ഇപ്പോൾ കേസിൽ നിന്ന് ശ്രീ മുഹമ്മദ് ഷമാസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് ഷമാസ്, KSUവിന്റെ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിന്റെ കഴുത്തിനും കൈക്കും പരിക്കേറ്റതായിട്ടുള്ള ഒരു ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നു അവിടെ നടന്നത്? എന്താണ് സത്യാവസ്ഥ? വളരെ കൃത്യമായി താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിക്ക് പരിക്കേറ്റു എന്നൊരു ആരോപണമാണ്. അതൊരു പൊള്ളയായ ആരോപണം. കൃത്യമായി മന്ത്രിയുടെ നാടകമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ജില്ലയിലെത്തിയ മന്ത്രിക്ക് നിലവിലുള്ള കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധികൾ ഉൾപ്പെടെ എല്ലാം സൂചിപ്പിച്ച് കത്രിക 5 വർഷത്തിന് ശേഷം പുറത്തെടുക്കേണ്ടി വന്ന ഗതികേടൊക്കെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി വ്യാപകമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും മറ്റ് UDF-ന്റെയും യുവജന സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലുണ്ടായി. അത്തരമൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായി KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുന്നു. സ്വാഭാവികമായി 50-ലധികം പോലീസ് സംവിധാനം വലയം ചെയ്ത് നിൽക്കുന്ന മന്ത്രിക്ക് നേരെ കരിങ്കൊടിയുമായി പ്രതിഷേധം ഉയരുമ്പോൾ പോലീസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജില്ലാ ഭാരവാഹികളെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നു. ഇതിനിടയിൽ ആഘോഷിച്ചുകൊണ്ട് മന്ത്രി തന്നെ രംഗത്തെത്തുകയാണ്. ഷോ ആയി മന്ത്രി നേരത്തെയും വീണ ജോർജിന് സമാനമായ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ചാടി ഇറങ്ങുക, പ്രതികരിക്കുക, ആ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ആ വിഷയമൊക്കെ കഴിഞ്ഞ് KSU പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് പോയതിനു ശേഷം മന്ത്രി ഇതാ എനിക്ക് പരിക്ക് പറ്റി, കഴുത്തൊടിഞ്ഞ്, കാലൊടിഞ്ഞു, കൈയൊടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രഹസനം അരങ്ങേറുകയാണ്. ഒരു നാടകം. കൃത്യമായി മോണാക്ട് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ മന്ത്രിയുടെ വൈഭവം ഇപ്പോ മന്ത്രി പുറത്തെടുത്ത് അഭിനയിച്ച് തകർക്കുകയാണ്. തിരക്കഥയനുസരിച്ച് മുഖ്യമന്ത്രി ആശുപത്രിയിൽ എത്തുന്നു, നേതാക്കൾ എത്തുന്നു, പ്രതികരിക്കുന്നു. ഇതാ ഞങ്ങൾ അങ്ങ് വിട്ടുതരാൻ പോകുന്നില്ല എന്നൊക്കെ പറയും. ഇതിന് എന്തൊക്കെ പ്രചരണങ്ങൾ നടത്തിയാലും കേരളത്തിലെ ആരോഗ്യ മേഖല നേരിടുന്ന കേരളത്തിലെ സർക്കാർ വിരുദ്ധ ജനവികാരം ഒരു തരത്തിലും മറച്ചു വെക്കാൻ വേണ്ടി കഴിയില്ല. അത് അങ്ങേയറ്റം ശക്തമായി തന്നെ ജനങ്ങൾ മനസ്സിലാക്കി വിലയിരുത്തി മുന്നോട്ട് പോകും. ഇപ്പോൾ നടക്കുന്നത് കൃത്യമായ നാടകവും തിരക്കഥയും അനുസരിച്ച് അഭിനയം മാത്രമാണ്. അക്കാര്യത്തിൽ ഒരു തരത്തിൽ ഈ ആരോപണങ്ങൾ ഒരു അടിസ്ഥാനവും തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഷമാസ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം അവിടെ എത്തുന്നു, മന്ത്രിയെ കാണുന്നു, മുതലായ കാര്യങ്ങളൊക്കെ തന്നെയും ഏതായാലും എല്ലാം ഒരു പ്ലാൻ ചെയ്തതുപോലുള്ള ഒരു രീതി തന്നെയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കെ പ്രധാനമായിട്ടും ഒരു വനിതാ മന്ത്രി, അവർക്കെതിരെയൊക്കെ തന്നെയും കേസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രതിഷേധമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പരിക്കേറ്റു എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ആയിരിക്കും പാർട്ടിക്ക് ഗുണം ചെയ്യുക? അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അണിയറയിൽ. ഒരിക്കലും ഈ പറഞ്ഞ രീതിയിൽ ഒരു തരത്തിലുള്ള അക്രമം, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ മന്ത്രിക്കെതിരെ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിഷ്വൽസ് ഇത്ര മാധ്യമപ്രവർത്തകർ മുഴുവൻ നിൽക്കുന്നു. 50-ലും 100-ലും പോലീസ് സന്നാഹമുണ്ട്. ഈ പറഞ്ഞ എല്ലാവരും നിലനിൽക്കിയ 4 ഉത്തരവാദിത്തപ്പെട്ട KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ചേർന്ന് മന്ത്രിയെ ആക്രമിച്ച് കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? കേരളത്തിലെ പൊതുസമൂഹത്തോടല്ലേ ഈ രീതിയിൽ ഈ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ നീക്കത്തെ ശക്തമായ പ്രതിഷേധങ്ങളും പരിപാടികളും തുടർന്നതോടൊപ്പം രാഷ്ട്രീയമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു തന്നെ മുന്നോട്ട് പോകും. ശരി, വളരെ നന്ദിയുണ്ട് മുഹമ്മദ് ഷമാസ് ഈ അവസരത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.